നമ്മൾ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോഴും ഡോക്ടറോട് ചെന്ന് സംസാരിക്കുമ്പോഴും ഡോക്ടർ പറയുന്നത് കേൾക്കുമ്പോഴും മരുന്ന് എഴുതി തന്നാൽ അത് വാങ്ങിക്കൊണ്ട് പോരുമ്പോഴും നമ്മുടെ ശരീരം ആ രോഗം മാറ്റാൻ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരിക്കൽ തായ്ലാൻഡിലെ ക്യാമ്പ് കഴിഞ്ഞ് പോരുന്ന വഴിക്ക് എൻ്റെ ഫ്ലൈറ്റിൽ അടുത്തിരുന്ന ആൾ ഞാൻ വായിക്കുന്ന പുസ്തകത്തിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ചോദിച്ചു, പ്രകൃതി ചികിത്സയിൽ ഇങ്ങനെയുള്ള പുസ്തകമൊക്കെ ഉണ്ടോ? വളരെ സയൻറ്റിഫിക്കായിട്ട് പ്രകൃതിയിൽ വിശദീകരിക്കുന്ന പുസ്തകമാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ കക്ഷി ചോദിച്ചു, ഈ എല്ലാവരും പറയണ പോലെ പ്രകൃതിയിൽ ചികിത്സയിൽ രോഗം ഇങ്ങനെ മാറുന്നുണ്ടോ? അപ്പം ഞാൻ ചോദിച്ചു, പ്ലാസിബോ ഇഫക്റ്റിനെയാണോ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ബോധ്യമായി ഇയാളൊരു ഡോക്ടറാണ് സംശയമുള്ളതുകൊണ്ടാണ് ആ ചോദ്യത്തിൽ നിന്ന് ഞാൻ കയറി പിടിച്ചതാണ്. ഇപ്പോൾ കൊച്ചുകുട്ടൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറാണ്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ അവിടെ ബ്രിട്ടനിൽ വർക്ക് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു രോഗം കൃത്യമായിട്ട് മാറും പ്രകൃതി ചികിത്സയിൽ, മാറുന്ന രീതികൾ ഞാൻ വിശദീകരിച്ചു കൊടുത്തു. അപ്പോൾ കക്ഷി പറഞ്ഞു, അല്ല, പല രോഗങ്ങളും 45% രോഗങ്ങളും തനിയെ മാറുന്നവയാണ്. ബ്രിട്ടീഷ് മെഡിക്കൽ മിഷനിലെ ഡോക്ടർ പറയുകയാണ് 45% രോഗങ്ങളും തനിയെ മാറുന്നതാണ്, ഒരു മരുന്ന് ചെയ്തില്ലെങ്കിലും തനിയെ മാറും. 55% രോഗികളും സുഖപ്പെടുകയാണെങ്കിൽ ഒരു ആശുപത്രി വിജയമാണ് എന്ന് പറയാം. അപ്പം ഞാൻ ചോദിച്ചു, ഡോക്ടർ, അപ്പോൾ ബാക്കിയുള്ള 45% ആളുകളോ? അവർ കുറച്ച് നാൾ ഈ ഡോക്ടറെ അടുത്ത് വരും, പിന്നെ മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് വേറെ ഡോക്ടറെ അടുത്ത് പോകും, കുറച്ച് കഴിയുമ്പോൾ അവിടുന്ന് വേറൊരു ഹോമിയോയ്ക്ക് പോകും, പിന്നെ ആയുർവേദത്തിന് പോകും, പിന്നെ പാരമ്പര്യ ഒറ്റമൂലി ചികിത്സയുടെ അടുത്ത് പോകും, പിന്നെ നിങ്ങൾ പ്രകൃതി ചികിത്സ എടുത്ത് പോകും. അപ്പം ഇങ്ങനെ കറങ്ങി നടക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ ഡോക്ടറെ, അങ്ങനെ കറങ്ങി നടക്കുന്ന ആളിൽ മാത്രമാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരിക. ആ സമയത്ത് അങ്ങനെയായിരുന്നു. അവരിൽ 90% സുഖപ്പെട്ട് രക്ഷപ്പെട്ട് തന്നെയാണ് പോകുന്നത്. പ്രകൃതി ചികിത്സ രീതിയിൽ ഞങ്ങൾ ആരെയും ചികിത്സിച്ച് രോഗം മാറ്റുന്നില്ല, അത് നടക്കില്ല. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരം നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ആരോഗ്യം പുനഃസ്ഥാപിക്കുന്നു ശരീരം. അത് ഒരു മരുന്നിനും ഈ അത്ഭുതം കാണിക്കാൻ സാധിക്കില്ല. അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ ഡോക്ടർമാർ അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും രോഗം നിമിഷ നേരം കൊണ്ട് മാറ്റി മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹോമിയോ ഡോക്ടറാണെങ്കിലും ആയുർവേദ ഡോക്ടറാണെങ്കിലും അലോപ്പതി ഡോക്ടറാണെങ്കിലും പ്രകൃതി ഡോക്ടറാണെങ്കിലും സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ രോഗം നിമിഷം കൊണ്ട് മാറ്റും. ഡോക്ടർമാർ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ രോഗം മാറ്റുന്നുണ്ടോ? നിങ്ങളുടെ അനുഭവം എന്താ? ഇല്ല. എന്താ ഇല്ലാത്ത? 100 കണക്കിന് മരുന്നുകളുണ്ട്. ഒരു മരുന്നിനെക്കുറിച്ച് പഠിച്ചു, രോഗത്തെക്കുറിച്ച് പഠിച്ച് ചികിത്സിക്കാൻ പഠിച്ചു. ആ മരുന്നുകളെടുത്ത് കൊടുത്ത് അങ്ങ് മാറ്റിക്കൂടെ? സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ രോഗം മാറ്റാൻ കഴിയാത്തവർക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ രോഗം മാറ്റി തരാൻ പറ്റുന്നത്? ഇങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി, കാര്യം മനസ്സിലാവും. അപ്പോൾ നമ്മളൊരു ഹോമിയോ പ്രകൃതി പാതയിലെ സൗഖ്യ സാക്ഷ്യങ്ങൾ. സൈമൺ ബ്രിട്ടോയെ നിങ്ങൾ എല്ലാവരും അറിയും. സൈമൺ ബ്രിട്ടോ തുടങ്ങി ലക്ഷ്മിക്കുട്ടി വരെയുള്ള പ്രകൃതി ജീവനത്തിന്റെ ഉപാസകരെ ഇന്റർവ്യൂ ചെയ്ത് എറണാകുളത്തെ പത്രലേഖകരിൽ പ്രധാനിയായ സോമു ജേക്കബ് തയ്യാറാക്കിയ ഒരു പുസ്തകമാണ്. ഏതെല്ലാം രോഗങ്ങൾ എങ്ങനെയെല്ലാമാണ് ഓരോരുത്തരും മാറ്റിയെടുത്തത് നിങ്ങൾക്ക് ഈ പുസ്തകത്തിൽ വായിക്കാൻ സാധിക്കും. കുറച്ചുകൂടെ കൃത്യമായി പ്രകൃതി ജീവനത്തെ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് പ്രകൃതി ജീവനം പാലിക്കാൻ ആത്മവിശ്വാസം നൽകാൻ ഈ പുസ്തകം സഹായിക്കും. 130 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. 9496044503 ഈ നമ്പറിലേക്ക് നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ്സ് സഹിതം അയച്ചാൽ പുസ്തകം ലഭിക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ നേച്ചർ ലൈഫ് പ്രോഡക്ട്സ് ഓൺലൈൻ സൈറ്റിലൂടെയും നിങ്ങൾക്ക് പുസ്തകത്തിന് ഓർഡർ നൽകാവുന്നതാണ്. ഹോമിയോ ഡോക്ടറെ അടുത്ത് പോകുമ്പോഴും ആയുർവേദ ഡോക്ടറെ അടുത്ത് പോകുമ്പോഴും അപകടം വളരെ കുറവാണ്. ചികിത്സയിൽ നിന്നുള്ള അപകടം വളരെ കുറവാണ്. ഒരു അലോപ്പതി ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പലതരത്തിലുള്ള അപകടങ്ങളാണ് ചികിത്സയിൽ നിന്ന് വരാനിടയുള്ളത്. ഒന്ന്, നമ്മൾ കഴിക്കുന്ന മരുന്ന് ഉണ്ടാക്കുന്ന ദുരിതഫലങ്ങൾ. രണ്ടാമത്തേത്, ഈ മരുന്നും വേറൊരു മരുന്നും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇൻ്ററാക്ഷൻ ഉണ്ടാകും, പ്രതിപ്രവർത്തനം ഉണ്ടാകും, അതിൻ്റെ അപകടം. മൂന്നാമത്തേത്, ഈ മരുന്നും
നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാക്കാം. പല മരുന്നും അച്ചാറായിട്ട് ചേരാൻ പാടില്ല. ചില മരുന്നുകൾ പഴങ്ങളായിട്ട് ചേരാൻ പാടില്ല. ചില മരുന്നുകളും പാനീയങ്ങളുമായിട്ട് ചേർന്നാൽ കുഴപ്പം വരും. ഇപ്പോൾ പാരാസെറ്റമോളും കാപ്പിയും കൂടെ കഴിച്ചാൽ അപകടം കൂടുതലാണ്. പാരാസെറ്റമോളും നമ്മൾ അച്ചാറും കൂടെ കഴിച്ചാൽ, പപ്പടവുമായി ചേർത്ത് കഴിച്ചാൽ ആ ഉപ്പും കാരവും എല്ലാം കൂടി പ്രതിപ്രവർത്തിക്കും. എന്ത് കുഴപ്പമുണ്ടാകുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആ കുഴപ്പം വരുന്നത് 5 കൊല്ലം കഴിഞ്ഞിട്ടോ 10 കൊല്ലം കഴിഞ്ഞിട്ടോ ആയിരിക്കും. നമ്മൾ ഒരിക്കലും ഈ മരുന്ന് കഴിച്ചതിനെ തുടർന്ന് താളം തെറ്റിയതാണ്, സെല്ലുലാർ ഫങ്ഷൻസിൽ താളപ്പിഴ വന്നതാണെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. ചില മരുന്നുകളും മദ്യവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ കരൾ തകർന്ന് തരിപ്പണമാകും. അറിയുന്നത് 2, 3, 5 കൊല്ലം കഴിയുമ്പോഴായിരിക്കും. ഇപ്പോൾ പാരാസെറ്റമോൾ ഇൻക്രീസസ് ദി റിസ്ക് ഓഫ് ലിവർ ഡാമേജ് ഇൻ ക്രോണിക് ആൽക്കഹോളിക്സ് എന്നാണ് ഏത് മെഡിക്കൽ ടെക്സ്റ്റും പറയുന്നത്. പാരാസെറ്റമോൾ മദ്യവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ കരൾ നാശത്തിൻ്റെ വേഗത കൂടും. ഇപ്പോൾ മദ്യപിക്കുന്ന ചേട്ടൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചൂട് പനിയൊക്കെ തോന്നി. അപ്പോൾ പതിവ് പോലെ 2 പാരാസെറ്റമോൾ എടുത്ത് കഴിച്ചാൽ കരള് ഉറപ്പാണ് നാശത്തിലേക്ക് നീങ്ങും. അയാളത് അനുഭവിക്കാൻ പോകുന്നത് വയറിന് വീർക്കലൊക്കെ ആയിട്ട് പ്രയാസം വരുന്നത് 5 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. തകർച്ച അവിടെ നിന്നേ തുടങ്ങുന്നുണ്ട്. പാരാസെറ്റമോൾ കഴിച്ച് നിങ്ങൾ ലാബിൽ പോയി രക്തം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഷുഗർ 600 എന്നൊക്കെ കിട്ടിയെന്ന് വരും. അബ്നോർമൽ റിസൾട്ടുകളാണ് ഇതിന് കിട്ടുക. അപ്പോൾ നമ്മളൊരു ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്, നല്ല ഡോക്ടറാണ്, ശരിക്കും എന്നെ പരിശോധിച്ചിട്ടാണ്, രക്തവും കൂടെ പരിശോധിച്ചിട്ടാണ് ആ ഡോക്ടർ മരുന്ന് പറഞ്ഞിരിക്കുന്നത്, ആ മരുന്ന് കൊണ്ട് എനിക്കിത് മാറും എന്ന ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ബോധ്യം തന്നെ വലിയൊരു ജോലി ചെയ്യും. നിങ്ങളുടെ രോഗം മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനെയാണ് പ്ലാസിബോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ മരുന്നുകൾക്ക് ഫലമില്ല എന്ന് ആരും പറഞ്ഞില്ല. നിങ്ങളൊരു കഫക്കെട്ടുമായിട്ട് പോയാൽ അപ്പോൾ നിർത്തിത്തരും. നിങ്ങളൊരു ആസ്തമയായിട്ട് പോയി കഴിഞ്ഞാൽ ഒരൊറ്റ ഇൻഹേലർ പഫ് എടുത്താൽ മതി, അപ്പോൾ ആസ്തമ മാറും. അതേപോലെ നിങ്ങൾക്ക് വേദനയുണ്ടെങ്കിൽ ഒരു പെയിൻകില്ലർ എടുത്താൽ അവിടെ മാറും. പക്ഷെ ആ മാറുന്നത് നിങ്ങൾക്ക് ദുരിതമായിട്ട് പിന്നെ മാറും. അങ്ങനെ മാറുന്നത് ശരിയല്ല. ഇപ്പോൾ ആസ്തമ കൊണ്ട് വലിക്കുന്ന ഒരാൾ ആശുപത്രിയിലേക്ക് പോയാൽ അവർ ഇഞ്ചക്ഷൻ കൊടുക്കും, അല്ലെങ്കിൽ ഒരു ഇൻഹേലർ കൊടുത്ത് വലിച്ചാൽ 10 മിനിറ്റ് കൊണ്ട് ആൾക്ക് ശാന്തത കിട്ടും. അതേസമയം ഈ ആസ്തമ എടുക്കുന്ന ഒരാളെ ഞങ്ങളുടെ പ്രകൃതി ഉത്സാഹത്തിലേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾ അയാൾക്ക് ചൂടുള്ള എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കും, തലയൊന്ന് കഴുകാൻ പറയും, ഒരു എനിമ കൊടുക്കും. കെട്ടിക്കിടക്കുന്ന വയറ്റിലുള്ള പ്രതിസന്ധി മാറാൻ എനിമ എടുത്ത് ശോധന അങ്ങ് പോകുമ്പോൾ തന്നെ ആശ്വാസം തുടങ്ങും. മുതുകത്ത് ചൂടും തണുപ്പും പിടിക്കും. കാല് ചൂടുവെള്ളത്തിൻ്റെ ഒരു ബക്കറ്റിലേക്ക് ഇറക്കി വെക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ കാല് ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുമ്പോൾ കാലിലൂടെ പതുക്കെ ഞാടി ഞരമ്പിലൂടെ ചൂട് കയറി 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 മുകളിലേക്ക് എത്തി ശ്വാസകോശങ്ങളൊന്ന് വികസിക്കാൻ 40 മിനിറ്റ് വേണ്ടി വരും. അതേസമയം നേരിട്ട് കുറേ കെമിക്കൽ സ്പ്രേ ചെയ്യുമ്പോൾ 5-10 മിനിറ്റ് കൊണ്ട് ശ്വാസകോശം ഒന്ന് വികസിക്കും, ആൾക്ക് ശാന്തത കിട്ടും. പ്രകൃതിയിൽ വരികയാണെങ്കിൽ 40 മിനിറ്റ് എടുക്കും. അപ്പോൾ ഏതാ നല്ലത്? അത് എത്രയും പെട്ടെന്ന് നമുക്ക് ആശ്വാസം കിട്ടുന്നതാണ് നല്ലത്. പക്ഷേ ആ കെമിക്കൽ നമ്മുടെ ശ്വാസകോശത്തിന് വലുതാകാനും തണുപ്പുള്ളപ്പോൾ ചുരുങ്ങാനുമുള്ള കഴിവിനെ പതുക്കെ ഇല്ലാതാക്കും. അതേപോലെ നമ്മുടെ ശ്വാസകോശത്തിലെ വായുവിൻ്റെ അറകൾ കേടുള്ളതാക്കും. ശരീരം മൊത്തം വീർക്കാനിടയാകും. ഇങ്ങനെയുള്ള തകരാറുകൾ പുറകെ ഉണ്ടാകുമെന്ന് മാത്രമല്ല, ഒരു കാലത്ത് നിങ്ങൾക്ക് ഈ ആസ്തമ മരുന്ന് നിർത്താൻ പറ്റില്ല. അതേസമയം പ്രകൃതി ചെയ്തത്തിന് സമയമെടുത്താണ്, ഒപ്പം പ്രകൃതി എനിമയെടുത്ത് ശോധന ശരിയാക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസമൊന്നും കാര്യമായിട്ട് ഭക്ഷണം തരില്ല, പട്ടിണിത്ത് കൊല്ലുമോ മനുഷ്യനെ. ഇവിടെ ശ്വാസം എടുക്കാൻ പറ്റാത്തപ്പോൾ ഭക്ഷണം കൂടെ ചെന്ന് കഴിഞ്ഞാൽ, അല്ലാതെ തന്നെ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞാൽ ശ്വാസം എടുക്കാൻ പ്രയാസമാണ്. അപ്പോൾ പിന്നെ ശ്വാസം എടുക്കാൻ പ്രയാസമുള്ളപ്പോൾ ഭക്ഷണം കൂടി കഴിച്ചാൽ കാര്യം മനസ്സിലായോ? വയറ് നിറഞ്ഞാൽ തന്നെ ശ്വാസം എടുക്കാൻ പ്രയാസം വരും. അപ്പോൾ ശ്വാസം എടുക്കാൻ പ്രയാസമുള്ള ആളുടെ വയറ് നിറയാവോ? അയാളുടെ വയറ് കാലി കിടക്കണം.
അയ്യോ, അപ്പോൾ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ചത്തുപോകില്ലേ? ചത്തുപോവില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഭക്ഷണം കഴിച്ച് ആദ്യത്തെ ഒരു 6 മണിക്കൂറൊക്കെ കൊണ്ട് രക്തത്തിലേക്ക് ഗ്ലൂക്കോസ് എത്തും. കഴിച്ച ഭക്ഷണത്തിൻ്റെ 2 മണിക്കൂറുകളൊക്കെ തന്നെ കൂടാൻ തുടങ്ങും. എന്നാലും ഒരുവിധം അത് രക്തത്തിൽ നിന്ന് കോശങ്ങളിലേക്ക് പോയി, കോശങ്ങൾ അതിനെ സ്വീകരിച്ച് ഓക്സിഡേഷനൊക്കെ നടത്തി. അപ്പോൾ ഒരു 12 മണിക്കൂറൊക്കെ ആകുമ്പോൾ പിന്നെ രക്തത്തിൽ ഗ്ലൂക്കോസ് ഉണ്ടാവില്ല. അപ്പോൾ കരളിൽ വല്ലതും ഇരിപ്പുണ്ട്, ഗ്ലൈക്കോജൻ ഫോമിൽ ഇരിക്കുകയാണെങ്കിൽ അതങ്ങോട്ട് എടുത്ത് അതുകൊണ്ട് കോശങ്ങളുടെ പണി നടക്കും. അതും തീർന്നു കഴിഞ്ഞാലോ കോശങ്ങൾക്ക് ജോലിയില്ല. കോശങ്ങൾക്ക് വിശ്രമിക്കാം, ഉറങ്ങാം, അല്ലെങ്കിൽ കേട് തീർക്കാം. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുടെ അസുഖത്തിൻ്റെ ലക്ഷണം കണ്ടാൽ അപ്പോൾ ഉപവാസം തുടങ്ങും. അപ്പോൾ ഭക്ഷണം കഴിക്കൽ നിർത്തും. ചിലപ്പോൾ പഴങ്ങൾ മാത്രം കഴിക്കും, അല്ലെങ്കിൽ ജ്യൂസ് മാത്രം കഴിക്കും, അല്ലെങ്കിൽ പച്ചവെള്ളം മാത്രം കുടിക്കും. ഒരസുഖം വരാറില്ല എന്നുള്ളതാണ്. വരാനിടയുണ്ടാവാം, പക്ഷേ ഈ ഒരു സമയത്ത് ശരീരം അതിനെ ഇല്ലാണ്ടാക്കിക്കോളും. നമ്മൾ അതിനെക്കുറിച്ച് ബോധം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു ഹോമിയോ ഡോക്ടറെ അടുത്തോ, ആയുർവേദ ഡോക്ടറെ അടുത്തോ, പ്രകൃതി ചികിത്സകൻ്റെ അടുത്തോ, അലോപ്പതി ഡോക്ടറെ അടുത്തോ ഇരിക്കുമ്പോൾ, ആ മരുന്ന് മേടിക്കുമ്പോൾ നമ്മുടെ ശരീരം സ്വയം കേട് തീർക്കാൻ പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനം ലക്ഷ്യത്തിലെത്തിയാൽ നമ്മൾ രക്ഷപ്പെടും. ആ മരുന്ന് ചെന്നിട്ട് നമ്മുടെ ജീവനുള്ള ശരീരത്തിൽ ജീവനില്ലാത്ത മരുന്ന് പ്രവർത്തിക്കുമോ? മരുന്നിന് പ്രവർത്തനമില്ല. ജീവശരീരം ജീവനാണ് മരുന്നിനെതിരെ പ്രവർത്തിക്കുന്നത്. ഡോക്ടർമാർ പറയും മരുന്നിൻ്റെ ആക്ഷൻ, മരുന്ന് കഴിച്ചല്ലേ ഉള്ളൂ, മരുന്ന് പ്രവർത്തിക്കട്ടെ. പക്ഷെ 99 വയസ്സുള്ള ഒരു അപ്പൂപ്പനെ കൊണ്ടുപോയി ഒരാഴ്ചയാകുമ്പോൾ ഡോക്ടർ വന്നിട്ട് പറയും മരുന്നുകളോടൊന്നും ശരീരം പ്രവർത്തിക്കുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്ന് പറയും. മരുന്നിനോട് ശരീരം റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നത് മരുന്നാണോ ശരീരമാണോ? ജീവനുള്ളതിനല്ലേ പ്രതികരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജീവനില്ലാത്ത ജഡമരുന്നിന്, ചത്ത മരുന്നിന് എങ്ങനെയാണ് പ്രവർത്തിക്കാൻ സാധിക്കുക? ഈ കസേരയ്ക്ക് പ്രവർത്തനമില്ല, ഇതിന് ഈ സ്റ്റാൻഡിനും പ്രവർത്തനമില്ല. ഞാൻ പിടിച്ച് കുലുക്കണം, ശല്യപ്പെടുത്തണം. മറ്റെന്തെങ്കിലും വന്ന് ശല്യപ്പെടുത്തുന്നത് വരെ ജഡവസ്തുവിന് പ്രവർത്തനമില്ല. ജീവനുള്ളതിനേ പ്രവർത്തനമുള്ളൂ.